നീ ഈ ഇടയ്ക്ക് ഒരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഉത്തർപ്രദേശിലുള്ള ഒരു 20 വയസ്സുള്ള ഒരാള്, പുള്ളി പാമ്പ് കടിച്ച് പുള്ളിയുടെ മരണം സ്ഥിരീകരിച്ചതാണ്, ഡോക്ടേഴ്സ് ആണെങ്കിലും ഹോസ്പിറ്റലാണെങ്കിലും. എന്നിട്ടും അയാളുടെ ബന്ധുക്കള് പാമ്പിന്റെ വിഷം ക്യൂർ ആവും എന്ന് വിചാരിച്ചിട്ട് ആളെ ഗംഗാനദിയിൽ കൊണ്ട് ഒഴുക്കാൻ നോക്കുക. ഞാൻ കണ്ടിരുന്നു. അത് ഇപ്പൊ അടുത്തല്ലേ? അത് അധികം ഈ മാസം ആദ്യം ഒരു മാസമൊന്നും ആയിട്ടില്ല. ഇല്ല. ലൈക്ക് എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തൊക്കെ തരം അന്ധവിശ്വാസങ്ങളാണ് നമ്മുടെ സ്വന്തം രാജ്യത്തുള്ളതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് അത്രയും മതങ്ങളും അത്രയും വിശ്വാസങ്ങളും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ്. പക്ഷെ ഈ അന്ധവിശ്വാസങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു മതത്തിലോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിശ്വാസത്തിലോ ഒതുങ്ങി നിൽക്കുന്ന സാധനമല്ല. അത് എല്ലാ മതത്തിലും വിശ്വസിക്കുന്ന ആൾക്കാരും, ഈവൻ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരുടെ ഇടയിൽ വരെ അങ്ങനത്തെ കുറെ അന്ധവിശ്വാസങ്ങളുണ്ട്. അതിന് കുറെ എക്സാമ്പിൾസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ ചെറുപ്പം മുതൽ കേട്ട് വളർന്ന കുറെ സാധനങ്ങളുണ്ട്. അതിലിപ്പോ മെയിൻ സാധനം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോൾ ഈ ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയ ആ പോയ കാര്യം നടക്കില്ല എന്നൊക്കെ ഒരു സംഭവം. എന്ത് പറയാനാ അല്ല, അതൊക്കെ ഇപ്പൊ നമുക്ക് കോമഡിയാണ്. പക്ഷെ അന്നൊക്കെ നമുക്കത് സത്യം പറഞ്ഞാൽ പേടിയാണ്. നമ്മളിപ്പോ ഒരു എന്താ പറയാ, സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എക്സാമിനൊക്കെ പോകുമ്പോൾ ഇത് മുന്നിൽ ചാടിയാല് ഇന്നത്തെ എക്സാം തോറ്റു, ആ ഒരു സാധനം ഒക്കെ നമ്മുടെ മൈൻഡിൽ വരും. അതേപോലെ പണ്ട് രാത്രി കാലങ്ങളിൽ ചൂളം വിളിക്കാൻ പാടില്ല, പാമ്പ് വരും. അതൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ എല്ലാ വീട്ടിലും എല്ലാ വീട്ടുകാരും പറയുന്ന സാധനമാണ്. അതിലൊന്നും സത്യം പറഞ്ഞാൽ ലോജിക്കില്ല. കാരണം ഈ പാമ്പിന് ചെവി കേൾക്കില്ല. അതാണ്. ചെവി കേൾക്കില്ല എന്നല്ല, ചെവി കേൾക്കും. പക്ഷെ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ 20,000 ഹേർട്സ് വരെ മനുഷ്യന്മാർക്ക് കേൾക്കാം. 20 to 20,000. പക്ഷെ പാമ്പുകൾക്ക് 50 to 1000 ഹേർട്സ് വരെ ഉണ്ട്. അപ്പൊ ഒരു നോർമലി ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് അതിന് കേൾക്കണം എന്ന് പോലും കേൾക്കില്ല. അവിടെ തീർന്നു അന്ധവിശ്വാസം. അതൊക്കെ എങ്ങനെ വന്നാന്ന് പോലും നമുക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. അതുപോലെ മെയിൻ സാധനമാണ് എന്താ ഈ നെയിൽ കട്ടർ. കേൾക്കാത്തവർ ആരുണ്ടാവില്ല അല്ലെ? ഈ രാത്രി നെയിൽ കട്ടർ ആക്കിയാ നീ എന്താ വീട് നശിപ്പിക്കും, കുലം നശിക്കും എന്നൊക്കെ പറയുന്ന ഒരു സാധനം. കുടുംബം നശിപ്പിക്കല്ലേ? ഇപ്പോഴും വേണമെങ്കിൽ നീ പോയി വീട്ടിൽ പോയി നഖം വെട്ടി വെക്കുക, അപ്പൊ ചീത്തേക്കും, നാളെ രാവിലെ വെട്ടിയാ പോരെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതിനൊക്കെ പ്രോപ്പർ റീസൺസ് നമുക്ക് കാണാൻ പറ്റും. കാരണം ഇപ്പൊ പണ്ടത്തെ കാലങ്ങളാണെങ്കിൽ ലൈറ്റ് ഒന്നും ഇല്ലല്ലോ രാത്രി. അപ്പൊ അന്ന് ഈ നെയിൽ കട്ടർ ഷാപ്പാണ്. അപ്പൊ അത് വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോ കൈ മുറിയും എന്നൊരു റീസൺ കാരണമാണ്. പക്ഷെ അതൊക്കെ ആ കാലത്തിൽ ലോജിക്കലി സാധനമാണ്. പക്ഷെ ഈ കാലത്തിലും അതും ഈ 2024 ഒരു ലോജിക്കും ഇല്ല. അത്രയും ലൈറ്റ്സും ഇത്രയും വെളിച്ചും ഒക്കെ അഡ്വാൻസ്ഡ് ആയ കാലഘട്ടമാണ്. അപ്പൊ അതിനൊരു ലോജിക്കും ഇല്ല. പിന്നെ നമ്മുടെ മെയിൻ സാധനം ഉണ്ട് കേട്ടോ. അതായത് കഴിച്ചു കഴിഞ്ഞിട്ട് ഫുഡ് കൈ കഴുകാൻ ലേറ്റായി കഴിഞ്ഞാൽ കല്യാണം വൈകുക എന്നുള്ളത്. അത് മെയിൻ സാധനം. അതിപ്പോഴും നമ്മുടെ ചെറുപ്പക്കാരുടെ ഇടയിലൊക്കെ ഉള്ള സാധനമാണ്. 25 വയസ്സ് കഴിഞ്ഞാല് നമ്മള് അതെ പെണ്ണ് കെട്ടാനൊക്കെ നിൽക്കുന്നവരൊക്കെ ഇപ്പൊ നമ്മള് തമാശക്കാണെങ്കിൽ പോലും നമ്മൾ വേഗം പോയി കൈ കഴുകും, ഇല്ലെങ്കിൽ പെണ്ണ് കെട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ ചെയ്യുന്ന സാധനമാണ്. അതുപോലെ വേറെ സാധനം ഉണ്ട്. നമ്മുടെ വണ്ടി വാങ്ങിക്കഴിഞ്ഞാല് ഈ നാരങ്ങ ടയറിനടിയിൽ വെച്ച് പൊട്ടിക്കുന്ന പരിപാടി ഉണ്ട്. അതെ, എല്ലാരും വെച്ചിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഇന്ന ഒരു മതത്തിൽ സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്ന സാധനമൊന്നുമല്ല, എല്ലാവരും ചെയ്യണതാണ്. പക്ഷെ അതൊക്കെ എങ്ങനെ വന്നാന്ന് അതിനും പ്രോപ്പർ റീസൺസ് ഉണ്ട്. കാരണം ഇപ്പൊ പണ്ടത്തെ കാലത്ത് എന്താ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എന്താ മൃഗങ്ങളൊക്കെയാണ്, അനിമൽസ് ആണ്. അപ്പൊ അവര് പണ്ട് റോഡില്ല, ഒരു പ്രത്യേക വഴിയൊന്നുമില്ല, ഈ കല്ലും മുള്ളും കൊണ്ട് അവരുടെ കാല് മുറിയും, അല്ലെങ്കിൽ സൈഡ് ഇൻഫെക്ഷൻ വരും. അപ്പൊ ഈ നാരങ്ങ എന്ന് പറയുന്നത് പ്രോപ്പർ ആൻസറാണ്. ഏതൊരു ഇൻഫെക്ഷനും പ്രോപ്പർ മെഡിസിൻ ആണ് നാരങ്ങ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് പണ്ടത്തെ ആൾക്കാർ എപ്പോഴും കൊണ്ട് നടന്നിരുന്നത്. വെച്ചിരുന്നു എന്ന് ഒരു പ്രൂഫ് ഇല്ല, കൊണ്ട് നടന്നിരുന്നു അവര്. അതിന് ഇന്ന് ഈ റബ്ബർ ടയർ വെച്ച് അതൊരു കാര്യം എന്താ വെച്ചാല് അന്ന് നീ ആലോചിച്ച് നോക്കുക. അതായത് ആ പഴയ കാലത്ത് സയൻസ് ഒന്നും വളരാത്ത കാലത്ത് അവര് അത്രയും നമ്മളെക്കാൾ ലോജിക്കലാണ്. ഇന്ന് ഇത്രയും വേണ്ട AI വരെ വന്ന് നിൽക്കുന്ന സമയത്താണ് ഇവര് ഈ റബ്ബറിലുള്ള ടയറിൽ ഈ സാധനം വെച്ച് പൊട്ടിക്കുന്നത്. സത്യം ഇതിപ്പോ ചിലപ്പോ വെക്കുന്നവർക്ക് വരെ അറിയുന്നുണ്ടാവും, ചിലപ്പോ ഇതൊന്നും വലിയ കാര്യമൊന്നുമില്ലായിരുന്നു. പിന്നെ ഒരു വിശ്വാസം, കാരണം ഒരു വണ്ടി എടുക്കാണ് ആക്സിഡന്റ് ഒന്നും പറ്റാണ്ട് അങ്ങോട്ട് പോകണേ എന്നുള്ളൊരു മൈൻഡിലൊരു സാധനമാണ്. അത്രയും പവറാണ്, ലോജിക്കിന്റെ മുകളിൽ നിൽക്കും. ആ ഒരു ഇൻഫ്ലുവൻസ് അന്ധവിശ്വാസത്തിന്റെ ഒരു സുപ്പീരിയോറിറ്റി ഉണ്ടല്ലോ, അത് ഭയങ്കര സംഭവമാണ്. ഇതൊക്കെ ഏറ്റവും ചെറുതാട്ടോ ഈ അന്ധവിശ്വാസങ്ങൾ പറഞ്ഞാൽ നമ്മള് ഒരു കോമൺ നമ്മളൊരു ഡെയിലി ലൈഫിൽ നടന്നു പോകുന്ന ഒരു സംഭവങ്ങളാണ്. ഇതിന്റെ ഒരു അഡ്വാൻസ് ലെവലാണ് ബ്ലാക്ക് മാജിക് എന്ന് പറയുന്നത്, ദുർമന്ത്രവാദം. ഈയിടത്തെ വാർത്ത ഉണ്ടായിരുന്നു. അതായത് 2 ഡോക്ടേഴ്സ് അവരുടെ സ്വന്തം മക്കളെ നരബലി കൊടുക്കുക. ഇതൊക്കെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? അതും 2 ഡോക്ടേഴ്സ്, അതാണ് അതും മലയാളികൾ അത്രയും ലിറ്ററേറ്റ് ആയ ആൾക്കാരാണ്. അവര് ഡോക്ടേഴ്സാണ്, എത്ര പഠിച്ചിട്ടുണ്ടാവും. ഒരു എഡ്യൂക്കേഷനൊന്നും ഒരു വിലയില്ല. അതിന്റെയൊക്കെ എത്രയോ മുകളിലാണ് എത്ര അന്ധവിശ്വാസം കിടക്കുന്നതെന്നാണ് ഈ സംഭവത്തിനൊക്കെ മനസ്സിലാവുന്നത്. നമ്മൾ ഈ പറഞ്ഞൊക്കെ നമ്മുടെ നാട്ടിൽ മാത്രം നടക്കുന്ന കാര്യങ്ങളാട്ടോ.
ഈ മൊത്തം എൻറ്റയർ വേൾഡിലും ഇങ്ങനത്തെ പല അന്ധവിശ്വാസങ്ങളുണ്ട്. ഉണ്ട് ഉണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉണ്ടാവുമല്ലോ. അതിപ്പോ മനുഷ്യന്മാരുണ്ടെങ്കിൽ അന്ധവിശ്വാസങ്ങളും ഉണ്ട്. പക്ഷെ അത് പണ്ടത്തെ കാലത്തെ പോലെ അത് ഇപ്പോഴും ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അന്നിപ്പോ നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പൊ ഈ ലെമണിന്റെ ഒക്കെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഈ നാരങ്ങയുടെ ഒക്കെ. അന്നത്തെ ലോജിക്കുള്ള കാര്യമൊന്നും ഇന്നതില്ല. അതുപോലെ എല്ലാ രാജ്യത്തും ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഓരോ സിനിമകൾ കാണുമ്പോഴാണ് നമുക്ക് ലോകത്തെ പല സ്ഥലങ്ങളിലും ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാകുന്നത്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് കൊറിയ. കൊറിയ എന്ന് പറയാമല്ല, സൗത്ത് കൊറിയ. നോർത്ത് കൊറിയയിൽ എന്താ നടക്കുന്ന പോലും നമുക്കറിയില്ല. പാരലൽ യൂണിവേഴ്സ്, അത് വേറെ യൂണിവേഴ്സ് ആണ്. അത് അവിടെ ഇന്റർനെറ്റും പോലും ഇല്ല എന്നൊക്കെ പറയുന്നത്. അപ്പോ അതിലിപ്പോ സൗത്ത് കൊറിയയുടെ കാര്യം പറയുമ്പോൾ നമ്മളിപ്പോ ലേറ്റസ്റ്റ് കണ്ട പടം എക്സ്യൂമ, അത് അതിനെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ ഈ ടോപ്പിക്കില്. കാരണം ഇപ്പോ പാരസൈറ്റ് എന്നുള്ള പടത്തിന് ശേഷം ഈ സൗത്ത് കൊറിയയിൽ നിന്ന് വന്ന് ഇത്രയും വേൾഡ് റെക്കഗ്നീഷൻ കിട്ടിയ ഒരു പടം എക്സ്യൂമയാണ്. കുറെ കാരണം അതിനുശേഷം നല്ലൊരു പടം വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അവിടെയൊക്കെ. പക്ഷെ ഇങ്ങനെ വേൾഡ് റെക്കഗ്നീഷൻ ഒരിക്കലും കിട്ടിയിട്ടില്ല. ഈ പടം എക്സ്യൂം എന്ന് പറയുന്നത് ഈവൻ ഇപ്പൊ ഇന്ത്യ റിലീസ് വരെ ആയിട്ടുണ്ട് ഈ പടം. അങ്ങനെ വളരെ റയർ ആയിട്ടൊരു സംഭവമാണ് അത്. കാരണം എത്ര പടങ്ങളാണ് ഇപ്പോൾ അങ്ങനെ റിലീസ് ആവാറ്? വളരെ കുറവാണ്. ഇപ്പൊ പാരസൈറ്റ് വരെ ഓസ്കാർ കിട്ടിയതിന് ശേഷമാണ് റിലീസ് ആയിട്ടുള്ളത്. അപ്പോ അത്രയും റെക്കഗ്നീഷൻ കിട്ടി. അവിടെ നല്ല ബോക്സ് ഓഫീസ് ഹിറ്റൊക്കെ ആയി എന്നൊക്കെ പറയപ്പെടുന്ന ഒരു പടമാണ് എക്സ്യൂമ. അപ്പോ അതിലെ ബേസിക് ഒരു പ്ലോട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ഒരു റിച്ച് ഫാമിലി ഉണ്ട് ഈ സൗത്ത് കൊറിയയിൽ. നീ കണ്ടതാണ് എന്നാ ഞാൻ പറയാം. അതായത് ഒരു റിച്ച് ഫാമിലിയിൽ അവരുടെ ഒരു പുതിയൊരു കൊച്ചു ജനിക്കുകയും അവർക്ക് ആ കുട്ടിക്ക് ഒരു വിട്ടുമാറാത്തൊരു അസുഖം വരികയാണ്. അതായത് അവർ US സെറ്റിൽഡാണ്. പക്ഷെ അവരുടെ ഈ മെഡിക്കൽ സയൻസ് വരെ അതിന് മുന്നിൽ ഫെയിൽ ആവാണ്. അപ്പോൾ ഇവർ 2 മന്ത്രവാദികളുടെ സഹായം തേടണം അവരെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവർ വരുന്നു. എന്നിട്ട് ഇവർ ഒരു സാധനം കണ്ടുപിടിക്കണം. ഇവരുടെ ഈ ഒരു ഫാമിലിയിൽ ഇവരുടെ ഒരു ആൻസിസ്റ്റർ ഇതുപോലെ ഗതി കിട്ടാതെ മരിച്ചു പോയ ഒരു ആൻസിസ്റ്റർ ഉണ്ട്. അയാളുടെ ഒരു ശാപമാണ് ഇവരെ വിട്ട് മാറാതെ പിന്തുടരുന്നത് എന്ന് പറയണം. അതാണ് കുട്ടിയിലും വന്ന് ചേരുന്നത്. അങ്ങനെ അവർ പറയാണ് ആളുടെ ഈ, അതായത് പണ്ടത്തെ ആൻസിസ്റ്റർ അവരുടെ ഗ്രാൻഡ് ഫാദറിൻ്റെ എന്തായിരുന്നു അത്. അപ്പോൾ അയാളുടെ ഈ ഗ്രേവ്, അതായത് ഈ ശവക്കല്ലറ ഇതാക്കണം, തോണ്ടണം, അങ്ങനെയൊക്കെയാണ് ഇവർ പറയുന്നത്. അപ്പോൾ അങ്ങനെ ബേസിക്കലി തുടങ്ങുന്ന ഒരു പടമാണ്. അതൊരു ഹൊറർ പടമാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഹൊറർ പടം താല്പര്യമില്ലാത്ത ഒരാളാണ്. പക്ഷേ ഈ പടം അവരുടെ ഒരു കൾച്ചറും അവരുടെ ആ റിച്വൽസും ഒക്കെ ഭയങ്കരമായിട്ട് അത് ഭയങ്കര സീനാണ്. അത് മറ്റേ ട്രെയിലറിൽ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ. അത് കണ്ടാൽ തന്നെ നമ്മൾ ഫുൾ പടം ഇരുന്ന് കാണും. സത്യം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മുടെ നാട്ടിലത്തെ പറയുകയാണെങ്കിൽ വെള്ളി നക്ഷത്രം ഒക്കെ പടത്തെ പോലെ ലാസ്റ്റ് മന്ത്രവാദമൊക്കെ ചെയ്ത് പ്രേതത്തെ ഒഴിപ്പിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അതുപോലെ എക്സോസിസം സീന ആണെന്ന് വെച്ചാൽ അല്ല, അത് വേറെ സീൻ. അത് പടം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. പക്ഷേ അത് കംപ്ലീറ്റ്ലി കളർഫുൾ ആണ്. അതെ, ഭയങ്കര ട്രഡീഷണൽ കാര്യങ്ങളാണെങ്കിലും കോസ്റ്റ്യൂംസ് മെയിൻ. അവരുടെ ഒരു ചെണ്ടകൊട്ട് മാത്രമല്ല, അവരുടെ ഒരു മന്ത്രവാദങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പൊ ഈ കാന്താര സിനിമയിലൊക്കെ കണ്ടില്ല. ഭയങ്കര ലൗഡായിട്ടുള്ള കുറെ സംഭവങ്ങൾ. ചോരക്കളി, അതൊരു പന്നീനൊക്കെ വെച്ച് വെട്ടി ഇതാക്കിയിട്ട് ചോരൊക്കെ വെച്ച് മുഖത്തൊക്കെ തേച്ചൊരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര സീനാണ്. അത് കണ്ടാൽ നമ്മളെ പടം മൊത്തം കാണാം. അത് ഭയങ്കര ഹുക്കഡാവും ആ സീൻ തന്നെ. അത് മാത്രമല്ല, അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ പടത്തിൽ. അത് നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നിർബന്ധമായി കാണണം. അത് തിയേറ്ററിൽ നിന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ OTT എന്നാണെങ്കിൽ അങ്ങനെ. കാരണം അത്രയും നല്ല പടമാണ്. അങ്ങനെ ഇപ്പോൾ കൊറിയ, സൗത്ത് കൊറിയ എന്നൊക്കെ പറയുന്നത് സത്യം പറഞ്ഞാൽ ഏഷ്യയാണ്. അപ്പൊ ഏഷ്യക്കാർക്ക് ബേസിക്കലി ഇങ്ങനത്തെ കുറെ റിച്വൽസ് ഒക്കെ ഉള്ളതാണ്. പക്ഷെ അതിന് പുറമെ ഈവൻ ഇത്രയും എല്ലായിടത്തും ആണെങ്കിലും UK ആണെങ്കിലും പല വെസ്റ്റേൺ കൺട്രീസ് ഇൻക്ലൂഡിങ് കഴിഞ്ഞ 7 വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹാപ്പിയസ്റ്റ് കൺട്രി എന്ന് പറയുന്ന ഫിൻലൻഡിൽ പോലും ഫിൻലാൻഡ് എന്ന് പറയുന്നത് അവിടെ നമ്മൾ കുറെ ട്രോളൊക്കെ കാണുന്ന പോസ്റ്റുകളൊക്കെ. അതായത് അവിടെ എല്ലാവരും ഹാപ്പി, അതായത് 7 വർഷം ആയിട്ടില്ലേ ഹാപ്പിയസ്റ്റ് കൺട്രിയാണ്. അപ്പൊ അവര് എന്തുകൊണ്ടാണ് ഹാപ്പിയസ്റ്റ് ആയിരിക്കുന്നത് വെച്ചാൽ 80% വരുന്ന മനുഷ്യന്മാർ അവിടെ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ആൾക്കാരാണ്. അത് മതമില്ലാത്തതുകൊണ്ടാണ് അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നത് എന്നാണ് അവർ പറയുന്നത്. ഈവൻ ആ രാജ്യത്ത് വരെ ഇഷ്ടം പോലെ അന്ധവിശ്വാസങ്ങളുണ്ട്. അപ്പോ ഈ മതത്തിനൊന്നും ഒരു റോളില്ല, മനുഷ്യന്മാരാണ് ഇതിന്റെ. അത് പ്രൂവ് ചെയ്യുന്ന ഇതാണ്. അതായത് മനുഷ്യന്മാർ എവിടെ ഉണ്ടോ അവിടെ അന്ധവിശ്വാസം. അതാണ്, അത് വരുന്നത് മനുഷ്യന്മാരുടെ മനസ്സിൽ നിന്നാണ്. അപ്പൊ ഞാൻ പറയുന്നത് നമ്മൾ പഠിക്കേണ്ടത് മനുഷ്യന്റെ മനസ്സിനെയാണ്. ഇത്രയും വലിയ സംഭവങ്ങൾ ഇവർ അടിച്ചു വിട്ടിട്ട് അതും ഇത്രയും വർഷങ്ങളോളം, നൂറ്റാണ്ടുകളോളം വന്ന് ഈവൻ ഈ അഡ്വാൻസ്ഡ് കാലഘട്ടത്തിൽ വരെ മനുഷ്യന്മാർ ഇത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അന്നത് ഉണ്ടാക്കിയ ആൾക്കാരുടെ ഒരു മൈൻഡ് പവർ അല്ലെങ്കിൽ ആ ഒരു സംഭവം എന്തായിരിക്കും? അവരല്ലേ ശരിക്കും ഹീറോസ് എന്ന് പറയുന്നത്. ഒരു വലിയൊരു കൂട്ടം ആൾക്കാർ അവരെ വിശ്വാസത്തിനകത്താക്കി. ഈ AI കാലഘട്ടത്തിൽ വരെ അതിനെ അത്രയും വലിയ സംഭവമാണ്. അത് സമ്മതിക്കാതെ വയ്യ.
നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളെ പറ്റി പറയുമ്പോൾ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കാര്യമാണ് ശാപങ്ങൾ. കാരണം ശാപങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് ഫസ്റ്റ് മനസ്സ് വരുന്നത് എന്തുവാ? ദുർവാസാവിന്റെ ശാപം. നമ്മൾ കൊച്ചാണല്ലേ, അതായത് സ്കൂളിൽ പഠിക്കുന്ന കാലം തൊട്ടേ നമ്മൾ കേൾക്കുന്ന ദുർവാസാവിന്റെ ശാപം. അത് ഇതേ സ്കൂളിൽ പഠിപ്പിക്കുന്ന അധ്യാപകര് പോലും ശപിച്ചു കഴിഞ്ഞാൽ നമ്മൾ ജീവിതം നശിച്ചു പോകും എന്ന് നമ്മൾ പഠിപ്പിച്ചു വിടുന്ന സൊസൈറ്റിക്കാരാണ് നമ്മൾ ഇതുവരെ വന്നിട്ടുള്ളത്. അതെ, അതിന് വലിയ എക്സാമ്പിൾ എനിക്ക് പറയാനുണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന ചെറുപ്പത്തിൽ, അതായത് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് സമയത്തൊക്കെ ഞങ്ങൾ സ്കൂളിൻ്റെ അടുത്ത്, ഞാൻ പഠിച്ചിരുന്ന സ്കൂളിൻ്റെ അടുത്ത് ഒരു ട്യൂഷൻ നടത്തിയിരുന്ന ഒരാളുണ്ട്. ഇയാൾ ഈ ശാപം എന്നുള്ള സാധനത്തിനെ ഭയങ്കരമായിട്ട് യൂസ് ചെയ്തിരുന്ന ആളാണ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫോർ എക്സാമ്പിൾ ആൾക്ക് നമ്മൾ കൊടുക്കാനുള്ള ഫീസ് ലേറ്റ് ആവുകയോ, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും കാരണം കൊണ്ട് ഡിസ്റെസ്പെക്റ്റ്, അല്ലെങ്കിൽ ലേറ്റായി വരിക, അല്ലെങ്കിൽ നമ്മൾ വല്ല ഹോംവർക്കോ അങ്ങനത്തെ എന്ത് അസൈൻമെൻറ്റോ, അങ്ങനത്തെ അസൈൻമെൻ്റ് അല്ല ട്യൂഷനൊക്കെ എന്തെങ്കിലുമൊക്കെ തരുമല്ലോ, ഹോംവർക്ക് തരുമല്ലോ, പഠിച്ചിട്ട് വരാനൊക്കെ പറയുമല്ലോ, അതൊക്കെ അങ്ങനത്തെ കേസിലൊക്കെ ഇയാളങ്ങ് ശപിച്ചു കളയും. അതായത് നീ നശിച്ചു പോകും, നീ എന്താണ് നിനക്ക് SLC-യിൽ നീ തോറ്റു പോകും, അങ്ങനത്തെ. അന്നൊക്കെ SLC-യിൽ തോറ്റു പോകുന്നത് നമുക്ക് വലിയ പേടിയാണ്. അതൊക്കെ ടേണിംഗ് പോയിന്റ് ആണ് ലൈഫിൽ, അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ അങ്ങനത്തെ ശപിച്ച് കളയുന്ന അങ്ങനത്തെ ഒരാളുണ്ട്. പക്ഷെ എന്തൊക്കെ പറഞ്ഞ ഒരാൾ നല്ലൊരു മാഷാണ്, ആള് നല്ല പഠിപ്പിക്കും. എത്ര നല്ല മാഷാണെന്ന് പറഞ്ഞാലും സ്വന്തം പഠിപ്പിക്കുന്ന സ്വന്തം കുട്ടികളെ ശപിക്കാന്ന് പറഞ്ഞാൽ അതിൽ ഒരു തെറ്റുണ്ട്. അത് ശരി. അവരെ പിന്നെ എങ്ങനെ അധ്യാപകർ വിളിക്കാൻ പറ്റും? അതിനുള്ളൊരു എത്രയൊക്കെ പറഞ്ഞാലും ബേസിക്കലി പറയുമ്പോ അയാളൊരു മനുഷ്യനാണ്, നമ്മളും മനുഷ്യനാണ്. അല്ലാണ്ട് ആൾക്ക് ഇപ്പൊ ഒരു സൂപ്പർ പവർ ഒന്നുമില്ല. പക്ഷെ അയാൾ നമുക്കൊരു നോളജ് പകർന്നു തരികയാണ്. അതിന് നമ്മൾ ആൾക്ക് അറ്റ്മോസ്റ്റ് റെസ്പെക്ട് കൊടുക്കണം. അത് അയാൾ അറിയിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ ഒരിക്കലും നമുക്ക് എത്ര അധ്യാപകനാണെന്ന് പറഞ്ഞാലും അച്ഛനാണെങ്കിലും അതിന്റെ ക്വാളിറ്റി ആൾക്കില്ല. ഇങ്ങനെ പറയുമ്പോ നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് ഈ ശാപത്തിന്റെ കേസ് പറയുമ്പോൾ ഈ ട്രാൻസ്ജെൻഡേഴ്സിന്റെ കാര്യം പറയുന്നത്. അത് സംഭവം ഒരു സെൻസിറ്റീവ് ടോപ്പിക് ആണ്, പക്ഷെ നമുക്കത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഒരിക്കലും. നീ ഇപ്പൊ ട്രാൻസ്ജെൻഡേഴ്സിനെ പറ്റി പറഞ്ഞു. അപ്പൊ ഈ ട്രാൻസ്ജെൻഡേഴ്സ് എന്തുവാ ബ്ലസ് ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭാഗ്യമാണെന്ന് നമ്മൾ കേട്ടിട്ടില്ല. പക്ഷെ അതിന് ഒരു പ്രോപ്പർ മിത്ത് ഉണ്ട്, എന്തുകൊണ്ടാണ് അങ്ങനെ വിശ്വസിക്കുന്നുള്ളൂ. കാരണം രാമായണത്തിൽ പറയുന്നുണ്ട്, അതായത് രാമൻ വനവാസത്തിൽ 14 വർഷം കാട്ടിലേക്ക് പോകുമ്പോൾ എല്ലാ പ്രജകളും രാമന്റെ കൂടെ പോയി കാട്ടിലേക്ക്. പക്ഷെ അവിടെ ശ്രീരാമൻ കാട്ടിലെത്തിയപ്പോഴത്തേക്കും പ്രജകളോട് പറയാണ്, ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാവരും തിരിച്ച് നാട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറയാണ്. അപ്പോൾ അവിടുത്തെ അന്നത്തെ ട്രാൻസ്ജെൻഡേഴ്സ് അവര് മാത്രം സ്റ്റേ ചെയ്തു. അവരുടെ സ്നേഹവും പരിപാലനവും കണ്ടിട്ടാണ് ശ്രീരാമൻ അവർക്കൊരു ബ്ലെസ്സിങ് കൊടുക്കണം. അതായത് നിങ്ങൾ ഏതൊരു ഫംഗ്ഷനിൽ പോയി നിങ്ങൾ ആര് ബ്ലെസ് ചെയ്താലും അവർക്ക് നല്ലത് മാത്രമേ വരത്തുള്ളൂ എന്ന് ഒരു ബ്ലെസ്സിങ് കൊടുക്കുകയാണ്. അന്ന് കിട്ടിയ ആ ഒരു ഇത് കാരണമാണ്, ആ ഒരു ബ്ലെസ് ചെയ്യാനുള്ള കഴിവ് കാരണമാണ് അവര് ഏതൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാലും, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ ഏതൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ അവര് ഇൻവൈറ്റ് ചെയ്യുന്ന ആൾക്കാർ വരെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാലത്തും ഈ കാലത്ത് വരെ ഇൻവൈറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവരാരെയും മടക്കി വിടത്തില്ല. കാരണം അവരുടെ ബ്ലെസ്സിങ്ങിനെ പോലെ തന്നെ അത്രയും പവർ ഉണ്ട്. അവരെ ശപിച്ചാലെന്നും എന്നൊരു അത് വേറൊന്നുണ്ട്. ഇപ്പൊ ഇവരുടെ ബ്ലെസ്സിങ്ങിന് ഇത്രയും പവർ ഉണ്ടെങ്കിൽ നാച്ചുറലായിട്ടും അവരുടെ ശാപത്തിനും അത്രത്തോളം പവർ ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവും, അല്ലേ? അങ്ങനെ അപ്പോ ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അങ്ങനെ അൺഇൻവൈറ്റഡ് ആയിട്ട് ചെന്നിട്ട് പോലും അവരെ മടക്കി അയക്കാത്തത്. അതിപ്പോ ഈ കാലത്തിൽ വരെ നമുക്ക് പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ റെയിൽവേ സ്റ്റേഷനിലും ട്രെയിനിലും ഒക്കെ ഇവരുടെ കമ്മ്യൂണിറ്റിയിലെ ആൾക്കാർ കയറി വന്ന് നമ്മുടെ പൈസ ഒക്കെ ചോദിക്കും. അപ്പോൾ ആരും ഞാൻ അവരെ മടക്കി അയക്കുന്ന കണ്ടിട്ടില്ല. മീൻസ് എല്ലാവരും ഒരു പൈസ കൊടുക്കും. കാരണം അവർക്ക് പേടിയാണ്, ഇവരുടെ ശാപം കിട്ടിക്കഴിഞ്ഞാല് എന്താണ് നമ്മള് നശിച്ചു പോകും എന്നൊക്കെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അവർ ആക്ച്വലി അതിനെ യൂസ് ചെയ്യുന്നവരാണ് എനിക്ക് തോന്നുന്നത്. അതെ, അതിപ്പോ ഈ മാഷ്മാരുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ നല്ല ആൾക്കാരുണ്ട്, അതായത് നല്ല മാഷന്മാരും നല്ല ടീച്ചർമാരും മോശം ടീച്ചർമാരും ഉണ്ട്. അതുപോലെ തന്നെ ഇവരുടെ ഇതിലും അവരുടെ ഒരു പ്രവൃത്തി അത് മോശമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുന്നത് വേണം. കാരണം അവര് യൂസ് ചെയ്യണം. മേ ബി അവരുടെ ഒരു സാഹചര്യം ഇപ്പൊ ഈവൺ ഇന്നത്തെ കാലത്ത് പോലും അവരെ പൂർണ്ണമായിട്ടും ആരും ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പോ അവരുടെ ഒരു ഗതികേട് കൊണ്ടായിരിക്കാം ചിലപ്പോ അവരങ്ങനെ യൂസ് ചെയ്യുന്നത്. അതൊക്കെ ശരിയാണ്. അവര് അങ്ങനെയാണ്. അവര് ഫാക്ട് പറയുകയാണെങ്കിൽ അവര് ഇന്നും ഒരു മൈനോറിറ്റി തന്നെയാണ്. പക്ഷെ നമ്മുടെ സൊസൈറ്റി ഞാൻ പറഞ്ഞുതരാം. ഇപ്പം നമ്മുടെ ബിഗ് ബോസ് നോക്കുകയാണെങ്കിൽ മൊത്തം കേരളത്തിൽ 3.5 കോടിയിൽ പരം ജനങ്ങളിൽ നിന്നും ഒരു 10-15 പേര് ബിഗ് ബോസിലേക്ക് എടുക്കുമ്പോൾ അതിലൊരു പൊസിഷൻ ഇവരുടെ കമ്മ്യൂണിറ്റി കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രത്തോളം അക്സെപ്റ്റൻസ് ഉണ്ട് നമ്മുടെ സൊസൈറ്റി എന്നാണ് നമുക്ക് മനസ്സിലാക്കാം. അതെ. അപ്പം അതില് പകുതി പേര് അതിനെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ പകുതി പേര് അതിനെ അത്രത്തോളം എന്താ സൊസൈറ്റിക്ക് മുമ്പ് റെസ്പെക്ടബിൾ ആക്കി മാറ്റുന്നുണ്ട്. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ മാഷ. അവര് സ്വന്തം ലൈഫ് തന്നെ ഈ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള റൈറ്റ്സ് കിട്ടാൻ വേണ്ടിയിട്ട് സ്വന്തം ലൈഫ് സാക്രിഫൈസ് ചെയ്തതാണ്. അതുകൊണ്ടൊക്കെയാണ് ഇപ്പോ അതൊക്കെ ഏത് കാലത്ത്
1960s അത്രയും വർഷം മുന്നേ അവരൊക്കെ അവരുടെ ജീവിതം തന്നെ ഇതിന് മാറ്റി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർക്ക് ഇങ്ങനെ ഇത്രയും അക്സെപ്റ്റൻസ് വാല്യൂ കിട്ടി തുടങ്ങി. അതെ, അത് ഇപ്പോഴും. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും 100% അവരെ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അല്ല, അത് മാത്രമല്ല, അവരെ എതിർക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്, അവരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ട്. പക്ഷെ അതൊക്കെ ഞാൻ പറയുന്ന ഒരു 10-20 കൊല്ലം 19 വർഷം കൂടി കഴിയുമ്പോൾ അതൊക്കെ പൂർണ്ണമായും എല്ലാവരും ഓരോ വർഷവും ഒരുപാട് കുട്ടികൾ പഠിച്ചിറങ്ങാണ്. ഓരോ ഇന്ന പെർസെന്റേജ് ഓഫ് പോപ്പുലേഷൻ എഡ്യൂക്കേറ്റഡ് ആയിക്കൊണ്ടിരിക്കുക. അവര് ഓരോ വർഷം കഴിയുന്നവർ അവര് മനസ്സിലാക്കി തുടങ്ങി ഇവര് മനുഷ്യർ തന്നെയാണ്. ഇപ്പൊ സ്ട്രെയിറ്റ് ആണ് എന്ന് പറയുന്ന ആൾക്കാർ ഒരിക്കലും അവര് ഒന്നുമല്ല, അത് ജനറ്റിക്കലി അവർ സംഭവിച്ചത്. ജനറ്റിക്കലി അല്ല, അവര് ഇൻ ബോത്ത് അവർ ഉണ്ടായതാണ്. അങ്ങനെ ഇതൊക്കെ ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അവരങ്ങനെ ആയത് അവരുടെ പ്രശ്നം കൊണ്ടോ നമ്മളിങ്ങനെ ആയത് നമ്മുടെ ഒരു ഗുണം കൊണ്ടോ അല്ല. നമ്മളിങ്ങനെയാണ്, അവരങ്ങനെയാണ്. ആൾക്കാരുണ്ട്, ഇങ്ങനത്തെ ആൾക്കാരുണ്ട്, അത്രേ ഉള്ളൂ. ഇതേ നേച്ചർ തന്നെയാണ് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും ഇവരെല്ലാം ഉണ്ടാക്കുന്നത്. അപ്പൊ അതിനെ വേർതിരിച്ച് കാണേണ്ട ഒരു കാര്യമില്ല. അവരും നമ്മളെ പോലെ കമ്മ്യൂണിറ്റി, അത്രേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ഇപ്പൊ ഈ കേഴ്സ്, ഈ ശാപം അല്ലെങ്കിൽ ഈ സൂപ്പർസ്റ്റിഷൻസ് എന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ഒരു കൺക്ലൂഡ് ചെയ്യുമ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ശാപത്തിലും ഇതിലൊന്നും ഒരു കാര്യമില്ല. ഇതൊക്കെ ബേസിക്കലി നമ്മുടെ മൈൻഡിൽ കിടക്കുന്ന ഓരോ സംഭവങ്ങളാണ്. പക്ഷെ നമുക്കത് വിശ്വാസമാണ് എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ നമുക്കിത് വിശ്വാസമല്ല എന്ന് പറഞ്ഞാൽ പോലും, ഞാൻ നിന്നോട് ഇപ്പോൾ ഒരു ദിവസം പറയാണ്, നീ നശിച്ചു പോകുമെന്ന് പറയാണ് നിന്റെ ലൈഫിൽ, നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നീ ഒരു ബിസിനസ് തുടങ്ങി, നിന്റെ ബിസിനസ് പൊട്ടിപ്പോകും, അല്ലെങ്കിൽ നീ ഒരു കല്യാണം കഴിച്ചു, നിന്റെ ലൈഫ് മുടിയും, അങ്ങനെയൊക്കെ കുറേ ശപിക്കുകയാണെങ്കിൽ അപ്പം നിന്റെ മനസ്സിൽ ആ സാധനം രജിസ്റ്റർ ആവും. കാരണം അങ്ങനെയാണ് ഹ്യൂമൻ മൈൻഡ് വർക്ക് ആവുക. നെഗറ്റീവ് കാര്യങ്ങൾ എപ്പോഴും മൈൻഡ് എപ്പോഴും കൂടുതൽ രജിസ്റ്റർ ചെയ്തിരിക്കും. അപ്പൊ അതിനുശേഷം, അതായത് നിന്റെ ലൈഫിൽ നിന്റെ തന്നെ ആക്ഷൻസ് കൊണ്ട്, അതായത് നിന്റെ തന്നെ പ്രവർത്തികൾ കൊണ്ട് നീ ലൈഫിൽ നശിച്ചു പോവാണ്. നീ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നീ കള്ളും കുടിച്ച് കഞ്ചാവൊക്കെ അടിച്ച് നിന്റെ ലൈഫ് നശിപ്പിച്ച് കളഞ്ഞു. അപ്പോ നിന്റെ മൈൻഡില് അത് അതായത് ഞാൻ ശപിച്ചു എന്നുള്ളൊരു കാരണമായിരിക്കും നിന്റെ മൈൻഡിൽ ആദ്യം വരിക. അല്ലാണ്ട് നീ നിന്റെ തെറ്റാണെന്ന് നീ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അത്രത്തോളം പവർ ഉണ്ട് അതിന്. ലോജിക്കും ഇതൊന്നും അവിടെ വില പോവില്ല. അത് അത്രത്തോളം പവർ ഉണ്ട് ആ സാധനത്തിന്. കാരണം അതാണ് ഹ്യൂമൻ മൈൻഡ്. നമ്മളങ്ങനെ പഠിപ്പിച്ച് വെച്ചേക്കാണ്. നമ്മൾ കാണുന്നതിലും കേൾക്കുന്നതിലും ഉപരി ഒരു ശക്തി ഉണ്ടെന്നും അതിന് നമ്മളെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കാൻ പറ്റുമെന്നൊരു ആ ഒരു പവർ ഉണ്ടെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചേക്കാണ് നമ്മുടെ മൈൻഡിൽ. ആർക്കും പവർ ഇല്ല, എല്ലാവരും ഒരുപോലെയാണ്. ഇവിടെ ഇപ്പോ എന്താണ് ഈ പറഞ്ഞ പോലെ, മാഷന്മാർക്കാണെങ്കിലും ആർക്കും ഒരു പവർ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ആദ്യം പറഞ്ഞ പോലെ നമ്മൾ പഠിക്കേണ്ടത് ഈ മനുഷ്യന്റെ മനസ്സിനെയാണ്. എങ്ങനെയൊക്കെ എന്തൊക്കെ വിചിത്രമായ രീതിയിലാണ് അത് വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് സംഭവം. ഇപ്പോഴും ഈ ഹ്യൂമൻ മൈൻഡിനെ ഇപ്പോഴും ശാസ്ത്രജ്ഞന്മാർ പോലും ഒരു എത്രയോ 10-15% പോലും പഠിച്ചു കഴിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. എത്രയോ ഉണ്ട്. കാരണം ഈ മൈൻഡിൽ നിന്നാണ് ഈ സാധനം മൊത്തം വരുന്നത്. അത് വലിയൊരു സംഭവം തന്നെയാണ്.